ഇതല്ലേ സംഭവിക്കാൻ വന്നു. ആ പോലീസ് ചെയ്യേണ്ട ജോലിയാണ്, അല്ലെങ്കിൽ ആ പോലീസ് നിയമപാലകന്മാരായിട്ടുള്ള നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമായിരുന്ന ജോലിയാണ് ഇവർ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നിട്ട് ബഹുമാനായ MLA ആ വാഹനത്തിലേക്ക് കയറിയിട്ട് പറയുകയാണ് ഈ ബസ് ഇനി പോകില്ല. എന്നിട്ട് ഡ്രൈവറോട് പറയുന്നു വണ്ടി ഒതുക്കിയിട് എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടറുടെ സീറ്റിലിരുന്ന് വണ്ടി ഒതുക്കിയിടെന്ന് പറഞ്ഞിട്ട് ഇനി വണ്ടി മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് ബഹുമാനപ്പെട്ട A. റഹീം MP ഇന്ന് പറഞ്ഞിരിക്കുന്നത് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് തമ്പാനൂർ വരെ യാത്ര ചെയ്യാനാണ് നമ്മുടെ MLA കയറിയെന്നാണ്. ഒരു കാറിൽ വന്ന MLA അവിടെ നിർത്തിയിട്ട് ബസ്സിൽ കയറി അദ്ദേഹത്തിന് തോന്നുകയാണ് എന്നാൽ എന്നെ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഒരുപാട് ദിവസമായി, എന്നാൽ പിന്നെ നമുക്കൊന്ന് ബസ്സിൽ കയറി തമ്പാനൂർ വരെ ഒന്ന് യാത്ര ചെയ്ത് കളയാം എന്ന് കരുതിയാണ്. എത്ര അപഹാസ്യമായ ഒരു ന്യായീകരണമാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഏഷ്യാനെറ്റിനോടാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് A. റഹീം MP യാണ് ഈ കണ്ടക്ടർ ആദ്യമായി വിളിക്കുന്നത്. A. റഹീം MP. ഇന്ന് കണ്ടക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് MLA ബസ്സിനുള്ളിൽ കയറിയിട്ട് ടിക്കറ്റ് ചോദിച്ചു എന്നുള്ളതാണ്. അതാണ് കണ്ടക്ടർ ഭാഷ്യം. അതാണ് ഇദ്ദേഹം പറഞ്ഞതാണോ ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ? പക്ഷെ ആര് പറഞ്ഞു കൊടുത്താലും അതുപോലെ പറയാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് കണ്ടക്ടർ നമുക്ക് മനസ്സിലാവും. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസിലോ അതല്ലെങ്കിൽ KSRTCയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന കണ്ടക്ടർ നേരെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭാ അംഗമായിട്ടുള്ള ശ്രീ A. റഹീമിനോടാണ്. അദ്ദേഹമാണ് ഇത് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. എന്നിട്ട് ഇന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആവർത്തിക്കാം. കാരണം അന്ന് ഒരു സോറി പറയണമെന്ന് കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞു. സോറി പറഞ്ഞാൽ തീരും. ഇത് രാജ്യസഭാംഗമായിട്ടുള്ള ശ്രീ A. റഹീം അദ്ദേഹത്തോട് പറഞ്ഞതാണ്. അടുത്ത കാര്യം, KSRTCയുടെ ബസ്സിലെ CCTVയിൽ നിന്നുള്ള മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു. ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന വിവരം അടുത്ത ദിവസം രാവിലെ അത് ഇൻസ്പെക്ടർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത ദിവസം രാവിലെ ഈ ബസ് ഈ സംഭവത്തിന് ശേഷം ഏകദേശം 3-4 മണിക്കൂർ ഈ ബസ് പാളയത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ബസ് 3 മണിയോട് കൂടിയിട്ടാണ് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തുന്നത്. അവിടുത്തെ ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് 3 മണിക്ക് ഡ്രൈവർ യദു ബസ് കൊണ്ടിട്ടു എന്നുള്ളതാണ്. അപ്പോ ഡ്രൈവർ യദു ഇരിക്കുന്നത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ്. 10:30 മണി മുതൽ കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന യദു 3 മണിക്ക് ഈ ബസ് കൊണ്ട് തമ്പാനൂരിലിട്ടു എന്ന് ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ്. 3 മണിക്ക് ബസ് അവിടെ കൊണ്ടിടുന്നത്. ഇത് വളരെ ദുരൂഹമായിട്ടാണ് തോന്നുന്നത്. ഒരു സിനിമയിൽ ഉമ്പിടി 2 സ്ഥലത്തും കാണുന്നത് പോലെയാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകാൻ. ഈ 3-4 മണിക്കൂർ ബസ് ഇവിടെ കിടന്ന സമയത്ത് ഇതെടുത്തിരുന്നില്ലേ? ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അന്ന് ആ ബസ്സിന് സമീപം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നോ? ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യം കൊണ്ടുപോയത് മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മെഡിക്കൽ എടുത്ത് മടങ്ങി
ഈ ബസ്സിനടുത്ത് വന്ന അദ്ദേഹത്തിന്റെ ബാഗ് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ബാഗ് എടുക്കുന്നത്. പക്ഷെ അപ്പോൾ കണ്ടക്ടർ അവിടെ ഉണ്ടായിരുന്നു. കണ്ടക്ടർ യദുവിനോട് പറഞ്ഞത് MLA അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടക്ടർ യദുവിനോടും പറഞ്ഞിട്ടുള്ളത്. ഈ പുലർച്ചെ 3 മണിക്ക് ബസ് തമ്പാനൂര് ബസ് സ്റ്റാൻഡിലെത്തുന്നു. 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് പോവുകയും ചെയ്യുക. ഒന്ന്, ഈ സമയത്തിനുള്ളിൽ ഇത് പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടക്കുന്നില്ല. 2, ഈ സംഭവം നടന്നപ്പോൾ തന്നെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്ന് ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനോട് ആവശ്യപ്പെടുകയും അയാൾ ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല ട്രാഷിൽ നിന്ന് വരെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും KSRTC ബസ്സിനകത്ത് CCTV ക്യാമറയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് MLA ബസ്സിനകത്ത് കയറിയിട്ടുള്ളത്. അതിനുശേഷമാണ് CCTVയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ന്യായമായി സംശയിക്കാം. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ പോലീസിന് രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് M. വിൻസെന്റ് MLA.